ഹലോ ഹായ്, ഇതൊരു ഹാഫ് kg കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. കേക്കിൻ്റെ ടോപ്പിൽ കൈ വെച്ചിട്ട് സാവകാശത്തിൽ ആ ടേൺ ടേബിൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്ത് ഈക്വൽ ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. എളുപ്പമാണ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ട്വൈൻ ഉപയോഗിച്ചും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് ബോർഡിലേക്ക് അല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ പീസാണ് കേക്കിൻ്റെ ബേസിലേക്ക് ചേർത്ത് വയ്ക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ആ പീസ് ലെവലായിരിക്കുമല്ലോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏറ്റവും അടിയിലത്തെ ലെയറിൽ അധികം വെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വെറ്റ് ചെയ്യുമ്പോഴാണ് ഈ കേക്കിൽ നിന്നും നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന കാണാം. അതുപോലെ ഈ ബ്ലിസ്റ്റർ പോലെ വിള്ളൽ പോലൊക്കെ വരും. അത് വരാതിരിക്കാൻ ഏറ്റവും അടിയിലത്തെ ലെയർ അധികം വെറ്റാക്കാതിരിക്കുക. ഇതുപോലത്തെ, അതായത് ബട്ടർ സ്കോച്ച് പോലത്തെ കേക്കുകൾ ചെയ്യുമ്പോൾ ആ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നമ്മൾ കേക്കിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് വീണ്ടും ബട്ടർ സ്കോച്ചും പ്രലൈനും ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ വെച്ച് ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. സിമ്പിളാണ്. ആദ്യം ചെയ്യുമ്പോഴൊന്നും നമുക്കിത് പൂർണ്ണമായിട്ടും പെട്ടെന്ന് ശരിയായെന്നൊന്നും വരികയില്ല. ഏത് കാര്യവും സാവകാശം ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു കേക്ക് ചെയ്ത് പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം എപ്പോൾ ചെയ്തു വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്നാമത് ക്രീം ബീറ്റാകാതെ വരും. പെർഫെക്റ്റായിട്ട് ബീറ്റായാലേ ഉള്ളൂ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ എല്ലാം ഫിനിഷായി വരികയുള്ളൂ. അപ്പം ക്രീം ബീറ്റ് ചെയ്യുന്നതിൽ, അതുപോലെ ക്രീം ബീറ്റ് ചെയ്തിട്ട് അത് പുറത്ത് വയ്ക്കാതിരിക്കുക. ബിഗിനേഴ്സ് എല്ലായ്പ്പോഴും പൈപ്പിംഗ് ബാഗിലാക്കി അതിനെ ഫ്രോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് തിന്നായിട്ടുള്ള ഫ്രോസ്റ്റിങ് കൊടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം. പിന്നെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഫ്രോസ്റ്റിങ് കൊടുക്കുകയുള്ളൂ. തിന്നായിട്ടുള്ള ആ ഒരു ഫ്രോസ്റ്റിങ് വരുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റല്ലേ നമുക്ക് കൂടുതൽ അറിയണ്ടേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ആദ്യം കേക്ക് ചെയ്ത സമയത്ത് എനിക്കൊരുപാട് സഹായമായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒന്ന് ആശ്രയിച്ചിരുന്നത് ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞ ചാനലാണ്. അവിടെ രശ്മി മാം വളരെ വിശദീകരിച്ച് എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമായിരുന്നു ആ ചാനലിൽ നിന്നും. ബിഗിനേഴ്സിന് പ്രയാസപ്പെടാതെ എല്ലാം ഭംഗിയായി ചെയ്യാനായിട്ട് നമുക്കൊരു ക്ഷമയുണ്ടായാൽ മതിയെന്നും, നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോത്സാഹനങ്ങൾ എനിക്ക് ആ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.